കടത്തിൽ മുട്ടി തടസ്സപ്പെടുന്ന കേരളത്തിന്റെ വികസനം. കേരളം എപ്പോഴും കടം വാങ്ങേണ്ടി വരുമ്പോൾ കുറ്റപ്പെടുത്തുന്നത്, കടം വാങ്ങേണ്ടി വരുമ്പോൾ എന്ന് വെച്ചാൽ ബജറ്റിന് പുറത്ത് കടം വാങ്ങേണ്ടി വരുമ്പോൾ കുറ്റപ്പെടുത്തുന്നത് കേന്ദ്ര ഗവൺമെന്റിനെയും ഫിനാൻസ് കമ്മീഷനെയും ആണ്. പക്ഷെ നമ്മൾ എല്ലാവരും ഓർക്കണം, ഫിനാൻസ് കമ്മീഷനും കേന്ദ്ര ഗവൺമെന്റും ഒക്കെ ഈ കടത്തിന്, അതായത് ബജറ്റിനകത്ത് വാങ്ങാവുന്ന കടത്തിന് ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ പരിധി നിശ്ചയിച്ചിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ പ്രയോജനം മനസ്സിൽ കണ്ടിട്ടാണ്. അതായത് സംസ്ഥാനം കടക്കെണിയിലേക്ക് പോകരുത്. കടക്കെണിയിലേക്ക് പോയാൽ ആരാണ് സംസ്ഥാനത്തെ കൈപിടിച്ചുയർത്തേണ്ടത്, ബെയിൽ ഔട്ട് ചെയ്യേണ്ടത് കടത്തിൽ നിന്ന്? കേന്ദ്ര ഗവൺമെന്റ് ആണ്. ഫെഡറലിസത്തിൽ എല്ലാ സംസ്ഥാനങ്ങളും കടത്തിലേക്ക് പോയാൽ കേന്ദ്ര ഗവൺമെന്റിന് എങ്ങനെ ബെയിൽ ഔട്ട് ചെയ്യാൻ പറ്റും? കേന്ദ്രം തന്നെ, ഇന്ത്യ തന്നെ കടക്കെണിയിലാകും. അങ്ങനെ പോകാതിരിക്കാനാണ് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് എന്നൊരു ആക്ട് 2002 കൊണ്ടുവന്ന് അതിനനുസരിച്ച് കടത്തിന് പരിധി നിശ്ചയിച്ചത്. ആ പരിധി നിശ്ചയം അനുസരിച്ച് 3% ഒരു സംസ്ഥാനത്തിന് എടുക്കാവുന്ന കടം. അതായത് ഏതിന്റെ 3%? ആഭ്യന്തര മൊത്ത വരുമാനം അഥവാ GSDPയുടെ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന്റെ 3% കടമെടുക്കാവുന്നത്. ആ 3% കടം എടുക്കുന്നത് എന്തിനു വേണ്ടി ചെലവഴിക്കണമെന്നാണ് FRBM ആക്ട് ആവശ്യപ്പെടുന്നത്, സാമ്പത്തിക ശാസ്ത്രം ആവശ്യപ്പെടുന്നത്? കടമെടുക്കുന്ന പണം മൂലധന വിനിയോഗത്തിന് മാത്രം ഉപയോഗിക്കുക. അതായത് ഇൻഫ്രാസ്ട്രക്ചർ, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിനോ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിനോ മാത്രമായിരിക്കണം കടമെടുക്കുന്നത്. അതാണ് മൂലധന നിക്ഷേപത്തിനു മാത്രം എന്ന് പറയുന്നത്. അങ്ങനെ എടുക്കണമെന്നാണ് അനുശാസിക്കുന്നത്. പക്ഷെ സംസ്ഥാന ഗവൺമെന്റ് ആ അനുശാസനം ഒന്നും അംഗീകരിക്കാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ കടം മേടിക്കാനായിട്ട് FRBM ആക്ടിനെ ധിക്കരിച്ചുകൊണ്ട് സ്വന്തമായ ഒരു വെഹിക്കിൾ കണ്ടെത്തിയത്, സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ. എന്താണ് ആ വെഹിക്കിളിന്റെ പേര്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്, കിഫ്ബി എന്നൊരു വെഹിക്കിൾ കണ്ടെത്തുന്നു. അവിടെയും തീരുന്നില്ല. എന്നിട്ടും സാമൂഹിക സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ പണമില്ല. അതുകൊണ്ട് വേറൊരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ, എന്താണത്? സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് കേരള, KSSPL എന്നൊരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കൂടി കണ്ടെത്തി. അങ്ങനെ കടം കൊണ്ട് പോകുന്ന കേരളം നിലയില്ലാ കയത്തിലേക്ക് പോകാതിരിക്കാനാണ് പല നിർദ്ദേശങ്ങളും. കോടതിയിൽ പോയിട്ട് കോടതിയും കേരളത്തെ പൂർണ്ണമായിട്ട് ശരിയാണ് ചെയ്യുന്നതെന്ന് പറയാതെ ചെറുതായിട്ട് ചെവിക്ക് തിരുపుന്നത് പോലെ കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ ഇടപെട്ടത്. എന്നിട്ടും അങ്ങനെ കടം കൊണ്ടുപോകുന്നു. അങ്ങനെ ഇരിക്കെ 16ാം ധനകാര്യ കമ്മീഷൻ വരുന്നു. ആ 16ാം ധനകാര്യ കമ്മീഷനാണ് ഇപ്പോൾ പ്രവർത്തനത്തിൽ ഇരിക്കുന്നത്. 16ാം ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ കമ്മീഷൻ എന്ത് ചെയ്തു? കമ്മീഷൻ ആവശ്യപ്പെട്ടു ഒരു പഠനം നടത്താൻ. കേരളത്തിലെ കടബാധ്യത, വരുമാന സ്രോതസ്, ആ വരുമാനം എങ്ങനെ ചെലവഴിക്കുന്നു, കടം മേടിക്കുന്ന ഫണ്ട് എങ്ങനെ ചെലവഴിക്കുന്നു, ഇത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള ഒരു നിജസ്ഥിതി പഠനം നടത്തണമെന്ന് ഫിനാൻസ് കമ്മീഷൻ, എനിക്ക് തോന്നുന്നു പനകാരിയ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഒരു പഠനം നടത്തി. ആ പഠനത്തിന്റെ റിസൾട്ട് ഈ അടുത്ത ദിവസം നമ്മൾ പത്രത്തിൽ കണ്ടു. അപ്പൊ അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു അവർ വളരെ ബേസിക്കലായിട്ട് എടുത്തു പഠിച്ചത്, പിന്നെ ലിറ്ററേച്ചർ റിവ്യൂ ചെയ്തത് CAG റിപ്പോർട്ട്സ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട്സ് 2024 മാർച്ചില് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പുറത്തുവിട്ട അവരുടെ 2023 വരെയുള്ള റിപ്പോർട്ട്. 2024 പുറത്തുവിടുന്നത് 23 വരെയുള്ള റിപ്പോർട്ടാണ്. അപ്പൊ അങ്ങനെ 2023 മാർച്ച് വരെയുള്ള കണക്കുകൾ അനുസരിച്ച് CAG തന്നെ പറയുന്നത് എന്താണ്? അതിലേക്ക് വരുന്നതിന് തൊട്ട് മുൻപ് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അപ്പോൾ 2012-13 മുതൽ, അതായത് ഈ CDS സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് നടത്തിയ പഠനം എന്ന് പറയുന്നത് 2012-13 മുതൽ 2022-23 വരെയുള്ള കാലഘട്ടത്തിലെ പഠനമാണ് നടത്തിയത്. ഈ കാലഘട്ടത്തിലെ പഠനം നടത്തുമ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, 2012-13 മുതൽ 15-16 വരെയുള്ള കാലഘട്ടം, അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആണ്, UDF ഭരിക്കുന്ന സമയമാണ്. ആ സമയത്ത്
FRBM ആക്ടിന്റെ പരിധി വിട്ട് ഒരു കടം വാങ്ങലും ഗവൺമെന്റ് ചെയ്തിട്ടില്ല. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, GSDPയുടെ 3% കടം വാങ്ങാവുന്നത്. ആ കടം 3% കൂടാൻ ഒരു കാരണവശാലും UDF ഗവൺമെന്റ് സമ്മതിച്ചിട്ടില്ല. അതുപോലെ തന്നെ സഞ്ചിത കടം, ഈ FRBM ആക്ട് അനുസരിച്ച് സഞ്ചിത കടം, എന്താണ് സഞ്ചിത കടം? സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട വർഷം മുതൽ ഈ വർഷം വരെ, ഇപ്പൊ 2023 ആണെങ്കിൽ 2023 വരെ, 2026 ആണെങ്കിൽ 2026 വരെ കൂട്ടിച്ചേർക്കപ്പെട്ട കടം ആണ് സഞ്ചിത കടം എന്ന്, ഡെറ്റ് ഔട്ട്സ്റ്റാൻഡിങ് എന്നാണ് അതിന് പറയുക. അപ്പൊ ആ ഡെറ്റ് ഔട്ട്സ്റ്റാൻഡിങ് GSDPയുടെ 29% മുകളിൽ പോകരുത് എന്നാണ് FRBM ആക്ട് നിഷ്കർഷിക്കുന്നത്. പക്ഷേ UDF ഗവൺമെന്റിന്റെ കാലത്ത് 2012-13 മുതൽ 15-16 വരെയുള്ള കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും അത് 29% മുകളിൽ പോയിട്ടില്ല. പോകാതെ ഗവൺമെന്റ് സൂക്ഷിച്ചു. പക്ഷേ 2016-17 തൊട്ട് LDF ഭരണം തുടങ്ങിയതിന് ശേഷം 16-17, 17-18 പ്രശ്നമില്ലായിരുന്നു. 18-19 മുതൽ ടിൽ ഡേറ്റ് ഇതുവരെയുള്ള വർഷങ്ങളിലൊക്കെ GSDPയുടെ 30%, 35%, 38% വരെയൊക്കെ ഈ റേറ്റ് പോയി. ഈ വർഷം തന്നെ, അതായത് ഈ വർഷം തന്നെ എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റും CAGയും അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഒക്കെ ഇൻസിസ്റ്റ് ചെയ്തു, നിങ്ങൾ ഈ സഞ്ചിത കടം 29% മുകളിലേക്ക് വിടരുത് എന്ന്. എന്നിട്ട് പോലും 33.77% നമ്മൾ ഈ കഴിഞ്ഞ വർഷത്തെ ബജറ്റ് ഡോക്യുമെന്റിൽ നോക്കിയാൽ. അപ്പൊ അങ്ങനെ കടം മേടിക്കുന്നതിൽ യാതൊരു നിഷ്കർഷയും പാലിക്കാത്ത, നിയമങ്ങളെയൊക്കെ കാറ്റിൽ പറത്തുന്ന രീതിയിലാണ് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഇങ്ങനെ ഒരു ഒരു പഠനം CDS നടത്തുന്നത്. അപ്പം എന്താണ് ആക്ച്വലി സംഭവിച്ചിരിക്കുന്നത്? ഈ സൈഡ് CDS ഇങ്ങനെ ഈ പഠനം നടത്തുമ്പോൾ എന്താണ് CAG പറയുന്നത് നമുക്കൊന്ന് നോക്കാം. 2024 മാർച്ചിൽ പുറത്തു വന്ന CAG റിപ്പോർട്ട് നമ്പർ 1, റവന്യൂവുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട്. ആ റിപ്പോർട്ടില് പറയുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബജറ്ററി ബോറോയിങ്സ് ₹3,85,000, കിഫ്ബി ബോറോയിങ് 5,109 crore, KSSPL borrowing 2,949. കിഫ്ബി KSSPL രണ്ടും ചേർത്ത് ഉള്ള ബോറോയിങ് 21,417 കോടി. മാർച്ച് 31, 2023 ആകെ കടം അതിനനുസരിച്ച് നോക്കുമ്പോൾ 4 ലക്ഷത്തി, അതായത് ഈ മൂന്നും കൂടെ ചേർന്നു 3.85 lakh ബജറ്റ് വഴി ബോറോ ചെയ്തത്, 5,109 crore കിഫ്ബി വഴി ബോറോ ചെയ്തത്, 2,147 കോടി KSSPL വഴി ബോറോ. ഇതെല്ലാം കൂടി ചേർക്കുമ്പോൾ 4,14,475 കോടിയുണ്ട്. അത് പോകട്ടെ, അതിനിടയ്ക്കാണ് ഈ അടുത്ത കാലത്ത് CAG 2024-25 റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ CAGയുടെ പഠനം പറയുന്നത് 6 ലക്ഷം കോടിയിൽ എത്തി നിൽക്കുന്നു കേരളത്തിന്റെ കടം, സഞ്ചിത കടം എന്നാണ്. അപ്പം ഇങ്ങനെ സഞ്ചിത കടം എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ CDSന്റെ പഠനം എന്തൊക്കെയാണ് നമ്മളോട് പറയുന്നത്? മാർച്ച് 31, 2023 വരെയുള്ള കാലഘട്ടത്തില് 27,902 കോടിയാണ് കുടിശ്ശിക പിരിച്ചെടുക്കാനുള്ളത്. അപ്പോൾ വലിയ കടത്തിൽ കിടന്ന് കുളിക്കുകയാണ്. കിഫ്ബി വഴിയും KSSPL വഴിയും ഒക്കെ കടമെടുക്കുകയാണ്. അതോ കിഫ്ബി വഴി എടുത്ത കടത്തിന് 9.723% വരെ പലിശ കൊടുക്കേണ്ട അവസ്ഥയിലുമാണ് കേരളം. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് 27,902 കോടി പിരിച്ചെടുക്കാനുള്ളത്. ഇതാ ബജറ്റ് ഇൻ ബ്രീഫ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ട് വന്നിട്ടില്ല. 21,000 കോടിയിലധികമാണ് ഈ വർഷത്തെ ബജറ്റില്, അതായത് ടേബിൾ A48 ഒന്ന് നോക്കിയാൽ മതി. 21,000 കോടിയിലധികമാണ് ഈ വർഷം, അതായത് നമ്മൾ കടക്കിണിയിലേക്ക് പോകുന്നു എന്ന് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വർഷം നമ്മൾ പിരിച്ചെടുക്കാനുള്ളത് 21,000 കോടിയിലധികമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് നികുതി പിരിവ് ഇങ്ങനെ നടക്കാതെ പോകുന്നത് എന്ന് നമ്മൾ ആലോചിക്കണ്ടേ? കഴിഞ്ഞ മാർച്ചിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപ് നാരങ്ങാനം വില്ലേജിലെ ഒരു വില്ലേജ് ഓഫീസർ ചുമതലയേറ്റു. നിങ്ങൾ അതൊക്കെ ഓർക്കുന്നുണ്ടാവും, കാരണം അത് പത്രത്തിലൊക്കെ വലിയ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ വന്നത്, ആ ചാനലുകളിൽ ചർച്ചയൊക്കെ ചെയ്തതാണ്.
നാരങ്ങാനം വില്ലേജ്, അതായത് ഇടുക്കി ജില്ലയിൽ. ഈ വില്ലേജ് ഓഫീസർ അവിടെ സ്ഥാനമേറ്റു കഴിഞ്ഞപ്പോഴത്തേക്കും മാർച്ച് ആകാറായി, ഒരു ജനുവരി ഫെബ്രുവരി ഒക്കെ ആയി. അപ്പൊ മാർച്ച് ആകുമ്പോഴത്തേനും ഈ കുടിശ്ശികയെല്ലാം കണ്ടെത്തി വിളിച്ച് വിവരം അറിയിക്കണം, ഫോളോ അപ്പ് ചെയ്യണം. അതിനുവേണ്ടി ഇദ്ദേഹം അതെല്ലാം പഠിച്ച് നല്ലൊരു ഓഫീസറായിരിക്കണം. അതുകൊണ്ട് അതൊക്കെ പഠിക്കാൻ സമയം കണ്ടെത്തിയത്. എങ്ങനെ കുടിശ്ശിക അടയ്ക്കാനുള്ള ഒരു കൺസേൺ പാർട്ടിയെ വിളിച്ച് ഇങ്ങനെ എത്ര രൂപ കുടിശ്ശിക അടയ്ക്കാനുണ്ട്, അത് മാർച്ച് 31 മുമ്പ് അടയ്ക്കണം സർ എന്നും പറഞ്ഞ് വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, അടച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമടോ? ഞാൻ ആക്ഷൻ എടുക്കും. നീ ആക്ഷൻ എടുക്കുമോ? നീ ജീവിച്ചിരുന്നിട്ട് വേണ്ട ആക്ഷൻ എടുക്കാൻ എന്ന രീതിയിലായിരുന്നു പ്രതികരണം. നിന്നെ തീർത്ത് കളയുമെന്ന രീതിയിൽ പ്രതികരണം. ഈ പ്രതികരിച്ചത് ആരാണെന്നറിയാമോ? ഒരു ബഹുമാന്യനായ സഖാവാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ സഖാക്കളുടെ ഭരണമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 10 വർഷമായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കുടിശ്ശിക ഇത്രയധികം അധികരിച്ചിരിക്കുന്നത്. അപ്പൊ അതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാ, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള എക്സാമ്പിൾ. എന്തുകൊണ്ട് കുടിശ്ശിക പിരിച്ചെടുക്കുന്നില്ല? ഞാൻ ആദ്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഗവൺമെന്റ് ജീവനക്കാരുടെ അനാസ്ഥ കൊണ്ട്, ഇൻഎഫിഷ്യൻസി കൊണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഒരു വാർത്ത വന്നതിന് ശേഷം എനിക്ക് അങ്ങനെ പറയാൻ മടിയാ. കാരണം സ്വന്തം ജീവനിൽ പേടി കാണും. സർക്കാർ ഉദ്യോഗസ്ഥരാന്ന് വിചാരിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളും കുടുംബമൊക്കെ കാണും. അവർക്ക് അവരുടെ ജീവൻ കളയുന്ന ഒരു സഖാവ് പറഞ്ഞാൽ ചിലപ്പോൾ കളഞ്ഞെന്നിരിക്കും. ആ അവസ്ഥ സൃഷ്ടിക്കുന്ന സഖാക്കൾ ഭരണത്തിലേക്ക് കൈയിടാൻ തുടങ്ങിയാൽ എങ്ങനെ ഒരു സംസ്ഥാനത്തിന് മുൻപോട്ട് പോകാൻ ഒക്കും? അതാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 27,902 കോടി രൂപ കുടിശ്ശികയായിട്ട് അന്ന് 2023 അത്രയേ ഉള്ളത്. ഇപ്പോ 21,000 കോടിയാണ് കുടിശ്ശികയായിട്ട് ഈ പ്രാവശ്യത്തെ ബജറ്റിൽ. 21,000 കോടിയിലധികം ഉണ്ട്. ആ അധികം എത്രയാണെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. 21,000 കോടിയാണ് ഈ വർഷത്തെ ബജറ്റിലും പിരിച്ചെടുക്കാൻ കിടക്കുന്നത്. അപ്പൊ ഇങ്ങനെ പിരിച്ചെടുക്കാതെ കിടക്കുന്ന സാഹചര്യത്തില് തന്നെയാണ് അവർ പറയുന്നത്. ഈ എങ്ങനെയാണ് ഒരു കാര്യം കൂടെ അവർ വളരെ GSDPയുടെ വളർച്ചയേക്കാൾ താഴെയാണ് വരുമാന വളർച്ച. GSDPയുടെ വളർച്ചയേക്കാൾ താഴെയാണ് വരുമാന വളർച്ച എന്ന് വെച്ചാൽ നികുതിയേതര വരുമാനത്തിന്റെ വളർച്ചാ ശതമാനത്തെക്കാൾ ഉയർന്ന രീതിയിലാണ് GSDPയുടെ വളർച്ച പോകുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ വരുമാന വളർച്ച കുറഞ്ഞു പോകുന്നതിന് ഒരു കാരണം പറയുന്നത്, അതായത് GST ഇനത്തിൽ തന്നെ 13,500 കോടി കേരളത്തിന് കിട്ടാനുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പഠനം ഇപ്പൊ പുറത്തു വന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആ പഠനത്തിൽ അവർ പറഞ്ഞ 13,500 കോടി GST ഇനത്തിൽ തന്നെ കിട്ടാനുണ്ട്. അത് ഏത് GST ആയിരിക്കും? ഇന്റർ സ്റ്റേറ്റ് GST. അതാണ് IGST എന്ന് പറയുന്നത്. ആ ഇന്റഗ്രേറ്റഡ് GST ആയിരിക്കാം. അതായത് അതിന്റെ ബജറ്റിംഗ് ബ്രീഫിന്റെ ആ ഒരു കോളം നോക്കിയാൽ നമുക്കറിയാം, ബ്ലാങ്ക് ആയിട്ട് കിടക്കുക ആ കോളം എല്ലാ വർഷങ്ങളിലും. എന്ന് വെച്ചാൽ 2017 ഈ നികുതി പിരിവ് GSTക്ക് കൊടുത്തതിന് ശേഷം ഉള്ള വർഷങ്ങളിലൊന്നും IGSTയുടെ പിരിച്ച ഫണ്ട് കേരളം മേടിച്ചിട്ടില്ല. കേരളം മേടിക്കാത്തത് കേരളത്തിന്റെ തന്നെ ഇൻഎഫിഷ്യൻസി കൊണ്ടാണ്. ഇങ്ങനെ ഇത്ര എമൗണ്ട് കിട്ടാനുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് കണക്ക് കണ്ടെടുത്ത് പോകണം. ഇവിടെ എല്ലാം ഡിജിറ്റൈസ് ചെയ്തു എന്നാ പറയുന്നത്. നമ്മുടെ സെക്രട്ടേറിയറ്റ് മുഴുവനും ഡിജിറ്റൈസ് ചെയ്തു എന്നാ പറയുന്നത്. പക്ഷേ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. തൊഴിലാളികളൊക്കെ പഴയ രീതിയിൽ 10 × 5 50 എന്ന് കണക്ക് കൂട്ടിയുമാണ് ഇപ്പോഴും അവിടുത്തെ പ്രകടനം നടക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഡിജിറ്റൈസേഷൻ എന്ന് പറഞ്ഞ് എല്ലാ ചെലവുകളും വരുത്തി വയ്ക്കുന്നു, പക്ഷെ അതിന്റെ ഒന്നും അഡ്വാൻറ്റേജ് എടുക്കുന്നില്ല. അതുകൊണ്ടാണ് GST ഒക്കെ എങ്ങനെയാ കളക്ട് ചെയ്യുന്നത്? അതായത് ഈ ബിൽ വഴിയായിട്ടാണ്. അപ്പോൾ ഒരു സാധനം ട്രക്കിലേക്ക് കയറ്റുമ്പോൾ തന്നെ ഈ വേ ബിൽ, അതായത് ആ ഇലക്ട്രോണിക് സിസ്റ്റത്തിലേക്ക്, ആ GST പോർട്ടലിലേക്ക് എത്ര കോടിയുടെ ഉൽപ്പന്നമാണ് പോകുന്നത്, എത്ര നികുതിയാണ് അടച്ചത്, അത് GST പോർട്ടലിലേക്ക് എല്ലാം ക്ലിയർ ആയിട്ട് പിന്നെ റെക്കോർഡ് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ വേണ്ട രീതിയിൽ പഠിച്ച് എത്രയാണ് IGST കിട്ടേണ്ടത് എന്ന് പഠിച്ച് വിവരം തിരക്കി മേടിച്ചെടുക്കേണ്ട ചുമതല സംസ്ഥാനത്തെ പിന്നെ ഈ പറയപ്പെട്ട GST ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണ്. അവരത് എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും കാര്യക്ഷമത ഇല്ല, ബിഗ് സീറോ ആണ് എന്നതിന്റെ തെളിവാണ് ഈ IGST കോളമൊക്കെ ഇങ്ങനെ വെറുതെ കിടക്കുന്നത്. പിന്നെ വേറെ അത്യാവശ്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അടുത്തേക്ക് പോകുന്ന എന്തിനാ? അതിനു മുമ്പേ പറയേണ്ട കാര്യമുണ്ട്. നമുക്ക് വെൽഫെയർ ബോർഡ്സ് എത്രയാ? 42 വെൽഫെയർ ബോർഡ്സ് ഉണ്ട് കേരളത്തില്. പണ്ട് ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല, അദ്ദേഹം ഇപ്പോ
അന്ന് LDF-നോട് വലിയ ആഭിമുഖ്യമൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ അദ്ദേഹം LDF-നോട് ഭയങ്കര ആഭിമുഖ്യത്തിൽ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ആ പേര് പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞു ഈ 42 വെൽഫെയർ ബോർഡ്സും കൂടി ചെയ്യുന്ന ജോലി ഒരൊറ്റ വെൽഫെയർ ബോർഡിന് ചെയ്യാവുന്നതല്ലേ ടീച്ചറെ? ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അതെ. ഇത്രയും ജനങ്ങളുടെ, ഈ 3,57,00,000 ജനങ്ങളുടെ കാര്യം മുഴുവനും ഒരു ഒറ്റ ഗവൺമെന്റ് അല്ലേ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് അവിടെ കുറച്ച് ഹാൻഡിക്രാഫ്റ്റ്സിൽ വർക്ക് ചെയ്യുന്നവർ, തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവര്, കശുവണ്ടി തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവര്, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നവര്, വർക്ക്ഷോപ്പ് വർക്ക് പണി ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ഇവരെയൊക്കെ പിൽക്കാലത്ത് ഇവരുടെയൊക്കെ വെൽഫെയറിന് വേണ്ട പെൻഷൻ കൊടുക്കണം. ആ പെൻഷൻ കൊടുക്കലെല്ലാം പിന്നെ ഒരൊറ്റ ബോർഡിന്റെ അടുത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിടത്താണ് 42 വെൽഫെയർ ബോർഡ്സ്. 42 വെൽഫെയർ ബോർഡ്സ് ഉണ്ടെങ്കിലേ ഒരു ബോർഡിന് ഒരു ചെയർമാനും കുറച്ച് വർക്കേഴ്സുമാണ് വേണ്ടത്. 42 ബോർഡ്സ് ഉണ്ടെങ്കിൽ 42 ചെയർമാൻ, 42 വണ്ടികൾ. നമുക്കറിയാം കഴിഞ്ഞ വർഷം ഖാദി ബോർഡിന്റെ ചെയർമാന് വേണ്ടി 35 ലക്ഷത്തിന്റെ ഒരു കാർ ഇടക്കാലത്ത് വാങ്ങിച്ചത്. ഞാൻ ഇനി അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അതായത് 10 വർഷത്തിൽ കുറവ് മാത്രം 12 വർഷമായ ഒരു വണ്ടിയാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് 35 ലക്ഷത്തിന്റെ. ആ 35 ലക്ഷത്തിന്റെ 12 വർഷമായ വണ്ടി മാറ്റിക്കളഞ്ഞ് പുതിയ വണ്ടി വാങ്ങിച്ചു 35 ലക്ഷത്തിന് എന്ന് പറയുമ്പോൾ എത്ര അഹങ്കാരികളാണ് ഇതിന്റെയൊക്കെ തലപ്പത്തേക്ക് വരുന്ന രാഷ്ട്രീയക്കാർ. അതൊക്കെ വെറും രാഷ്ട്രീയക്കാരാണ് തലപ്പത്തേക്ക് വരുന്നത്. യാതൊരു എക്സ്പെർട്ടൈസും ഇല്ലാത്തവര്, എഫിഷ്യൻസി തൊട്ട് തെറിച്ചിട്ടില്ലാത്തവര്. അത്തരക്കാരെ വെൽഫെയർ ബോർഡ്സിൽ ഇരുത്തി ആ വെൽഫെയർ ബോർഡും ആ ബോർഡിന്റെ കീഴെ വർക്ക് ചെയ്യുന്ന ആ സിസ്റ്റവും മുഴുവനും ഫെയിലാകുന്നു. ഇതെല്ലായിടത്തും നമ്മൾ കാണുന്ന കാര്യങ്ങൾ പുറംവാതിൽ നിയമനം കാരണം കൊണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സിസ്റ്റത്തിൽ ആണ് ഇതൊക്കെ നടക്കുന്നത് എന്നതുകൊണ്ട് നമുക്ക് ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് എന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഇതോടൊപ്പം തന്നെ CDS സ്റ്റഡി സംഘം പറയുന്നത് നമുക്ക് 150ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. അത് CAG റിപ്പോർട്ടിലുണ്ട് കേട്ടോ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട് 2024 പുറത്തു വന്ന 2023 റിപ്പോർട്ടിൽ ഇതുമുണ്ട്. അതായത് 150ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. അതിൽ 127 എണ്ണം പ്രവർത്തിക്കുന്നവ, 19 എണ്ണം പ്രവർത്തനരഹിതമാണെങ്കിലും ശമ്പളം മറ്റുള്ള ആനുകൂല്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കണം ജീവനക്കാർക്ക്. 2023 കണക്കനുസരിച്ച് 55 പൊതുമേഖലാ സ്ഥാപനങ്ങൾ വളരെ ലളിതമായ ലാഭത്തിൽ മുന്നോട്ട് പോകുന്നു. 127 എണ്ണമാണ് പ്രവർത്തിക്കുന്നത്. ആ 127 എണ്ണത്തിൽ 55 എണ്ണം ചെറിയ ലാഭത്തിൽ പ്രവർത്തിക്കുന്നു. 63 എണ്ണം വരുത്തിയ നഷ്ടം 4065.38 കോടി. 131 കമ്പനികളിൽ ഗവൺമെന്റിന്റെ ഷെയർ നിക്ഷേപം തന്നെ 9817.46 കോടി. അപ്പൊ ഈ പറയപ്പെട്ട നഷ്ടത്തിലോടുന്ന കമ്പനികളിൽ ചിലത് ലാഭത്തിലും ഓടുന്നു. 131 കമ്പനികളിലായി ഗവൺമെന്റ് അടച്ചിരിക്കുന്ന 9817.46 കോടി. 3 കമ്പനികൾ മാത്രം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. 2023 കേസായി പറയുന്നത്. 3 കമ്പനികളെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ. അത് 3.23 കോടി മാത്രം, എല്ലാവർക്കും കൂടിയുള്ള ഡിവിഡൻഡ്. ഗവൺമെന്റ് കടം വാങ്ങി ഈ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതോ 10,002 കോടി. മൂലധന നിക്ഷേപം നടത്തിയിരിക്കുന്നത് 10,002 കോടിയാണ്. അപ്പോ നമ്മൾ ഈ കടം വാങ്ങുന്ന പണം മൂലധന ചെലവിനെ ഉപയോഗിക്കാവൂ എന്ന് പറയും. ഇവിടെ കടം വാങ്ങി മൂലധന ചെലവിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ ആരുടെ മൂലധന ചെലവിന്? ഇത് ഗവൺമെന്റിന്റെ നേരിട്ടുള്ള മൂലധന ചെലവ് അല്ല. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്, അതിനകത്ത് തൊഴിലാളികളെ ഇഷ്ടം പോലെ, അതൊക്കെ തിരികെ കയറ്റുന്ന തൊഴിലാളികൾ അധികം പേരും. അപ്പൊ ഇങ്ങനെയുള്ള കാരണങ്ങൾ. അപ്പോൾ എന്താണ് CDSന്റെ പഠനം പറയുന്നത്? ലാഭകരമല്ലാത്ത കമ്പനികൾ വിറ്റഴിക്കുക. അങ്ങനെയാണ് CDS. അങ്ങനെ എങ്കിൽ മാത്രമേ സംസ്ഥാനത്തിന് ഈ കടക്കെണിയിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഫിസ്ക്കൽ ക്രൈസിസിൽ, ധനപ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ പറ്റണമെങ്കിൽ നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കണം. അതുമല്ലെങ്കിൽ അവയെ ലാഭകരമാക്കണം. ലാഭകരമാക്കാൻ പറ്റും. അതായത് ആ ലാഭകരമാക്കാനുള്ള കണ്ടീഷൻസ് ഒക്കെ കൊടുത്ത്, തൊഴിലാളികൾക്ക് പിന്നെ പരിശീലനം കൊടുക്കണമെങ്കിൽ അത് കൊടുത്ത്, അവരുടെ ടെക്നോളജി അപ്ഗ്രഡേഷൻ വേണമെങ്കിൽ അത് നടത്തി, അങ്ങനെ കുറച്ചും കൂടി മൂലധന ഇൻവെസ്റ്റ്മെന്റ് വേണമെങ്കിൽ അത് ചെയ്ത് അവയെ ലാഭകരമാക്കാം. ഒന്നുകിൽ ലാഭകരമാക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ വിറ്റഴിക്കുക. ഇതാണ് CDS പറയുന്ന അപ്പൊ ഇങ്ങനെ പോകുന്ന കേരളത്തിന്റെ ഒരവസ്ഥയാണ്
CAG പറഞ്ഞിരിക്കുന്നത് 6 ലക്ഷം കോടി കടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഈ ബജറ്റിൽ വന്നിരിക്കുന്ന കടവും പിന്നെ നമ്മുടെ എന്താ പറയുക സഞ്ചിത കടവും എല്ലാം കൂടി കണക്ക് കൂട്ടി CAGയുടെ റിപ്പോർട്ട് ഒക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഇത് 2025-26 വരെയുള്ള കഥകളാണ് ഈ പറഞ്ഞത് മുഴുവനും. 26-27 ബജറ്റ് കഴിഞ്ഞ ആഴ്ചയിൽ വന്നതല്ലേ ഉള്ളൂ. അപ്പൊ അതിനെ പറ്റി ഇനി അതെങ്ങനെയാണ് സംസ്ഥാനത്തെ, അത് തന്നെയുമല്ല ഈ ഗവൺമെന്റ് ഒരു ബജറ്റ് തന്നെ ഫുൾ ബജറ്റ് വേണ്ടിയിരുന്നില്ല, ഒരു വോട്ട് ഓൺ അക്കൗണ്ട് കൊണ്ട് പോകേണ്ട ഗവൺമെന്റ് ആണ് ഒരു ഫുൾ ബജറ്റ് തന്നെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതെന്തിനാണ് ലക്ഷ്യമിടുന്നത്? അത് PR വർക്കാണ് ലക്ഷ്യമിടുന്നത്. ജനങ്ങളെ വലിയ തരത്തില് അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് വോട്ട് കിട്ടി എങ്ങനെയെങ്കിലും 3-ാം തവണ വീണ്ടും വരിക എന്ന ഉദ്ദേശത്തോടു കൂടി ആ ദുരുദ്ദേശം ജനങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഒരു കാരണവശാലും ഇവര് വീണ്ടും ഒരു ഭരണത്തിലേക്ക് ഉടനെ വരില്ല. ഓൾട്ടർനേറ്റ് ടൈംസ് വരുന്നതിൽ കുഴപ്പമില്ല, അത് എല്ലാ പക്ഷത്തെയും, അതായത് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും നന്നാക്കാൻ സഹായിക്കും. പക്ഷേ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഭരണം വരുമ്പോഴേക്കും സച്ചിദാനന്ദൻ പറഞ്ഞതുപോലെ അതിൻ്റെതായ കളങ്കങ്ങൾ ഉണ്ടാകും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ സച്ചിദാനന്ദൻ പറഞ്ഞതിനേക്കാൾ ഉപരി ഞാൻ നേരത്തെ പറഞ്ഞ ജെയിംസ് ഓട്ടിസൺ ചൂണ്ടിക്കാണിക്കുന്ന ആ തെറ്റുകൾ, അതായത് അഹങ്കാരം, ആർത്തി, കാമം, അത്യാർത്തി, എന്താ പറയുക അലസത, എൻവി, ഇങ്ങനെയുള്ള ദുർഗുണങ്ങളൊക്കെ മനസ്സിലുണ്ടാകും. ജനങ്ങളെ മറക്കും. ആർക്ക് വേണ്ടിയാണോ തിരഞ്ഞെടുക്കപ്പെട്ടു വന്നത് അവരെ മറക്കും. അപ്പൊ അവരെ മറക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ കർശനമായ നിയന്ത്രണം. ആരാണ് നിയന്ത്രിക്കേണ്ടത്? ജനങ്ങൾ എങ്ങനെയാണ് ഒരു ഗവൺമെന്റിനെ നിയന്ത്രിക്കുക? അവരുടെ വോട്ട് അധികാരം ഉപയോഗിച്ച്.